ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഒരു സ്ഥലം വരെ പോകാനുണ്ട് പറഞ്ഞിരുന്നു. അവിടേക്കാണ് പോണത്. എവിടേക്കാന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ ഏടത്തിയുടെ വീട്ടിലേക്കാണ് പോണത്. ഏടത്തിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയോളേനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോണ കാരണം. അപ്പോൾ അവരേനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഇരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ചേച്ചിയുടെ വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. ചേച്ചിയുടെ വീട് പഴയന്നൂരാണ്, ചേലക്കര പഴയന്നൂർ. എൻ്റെ വീട് കുന്നുകുളം പഴയന്നിയാണ്. അപ്പോൾ ഇത്രയും ദൂരം പോണ കാരണം എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമാണ് പോകാറുള്ളൂ. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ ചേച്ചിയുടെ അവിടേക്ക് പോണത്. ഏകദേശം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് അത്യാവശ്യം ദൂരമുള്ള കാരണം പിള്ളേരെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓരോരുത്തർ ഉറങ്ങുന്നുണ്ട്. ഇതാ വിതുക്കുട്ടൻ ഉറക്കമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കും ഉറക്കമായി. രണ്ടുപേരും കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് നേരം എനിക്കും. അങ്ങനെയാണ് യാത്രയിൽ. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ. ഒരു 12:30 ഒക്കെ ആയിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി. ഞങ്ങൾ വരുന്നുണ്ട് എന്ന് നേരത്തോടു കൂടി പറഞ്ഞ കാരണം ചേച്ചി ഞങ്ങളതിനെ കാത്തിരിക്കുമായിരുന്നു ഉണ്ണിയോളെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഉണ്ണിയോളുണ്ടായതിന് ശേഷം ഉണ്ണിയോളനെ അങ്ങനെ ഇവർക്ക് കാണാൻ പറ്റില്ല. പ്രഗ്നൻ്റ് ആയി, പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ ഇരിക്കുന്ന കാരണം പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച കുറവാണ്. പിന്നെ അവിടെ ചേച്ചിയുടെ അമ്മയും അനിയത്തിയുണ്ട്, പിന്നെ അച്ഛനുമാണുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. നമ്മുടെ അനിയൻകുട്ടൻ എടുക്കുന്നുണ്ട്. ഇച്ചു എന്നാണ് വിളിക്കുക, ഇച്ചുട്ടൻ എന്നാണ് വിളിക്കണത്. ശരിക്കുള്ള പേര് 90-നെയാണ് പേരിടുള്ളൂ. ഇപ്പോൾ ഇച്ചുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. വണ്ടിയിലിരുന്ന് ഉറങ്ങിയ വിതുക്കുട്ടനൊക്കെ അവിടെ എത്തിയപ്പോഴേക്ക് എണീറ്റു. വണ്ടിയിലിരുന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞു. രണ്ടുപേരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുകയാണ് ചെയ്തത്. എൻ്റെ അമ്മയും ഏട്ടനൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ണീനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇച്ചുട്ടൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല. ആളിങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 3 പേരെ ഒരുമിച്ച് കിടത്തി. വീതുക്കുട്ട ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ അപ്പുറത്ത് സ്ഥിരം കിടക്കുന്ന ആളല്ലല്ലോ എന്നാവും നോക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കാൻ തുടങ്ങിയ കാരണം 3 പേരെ അടുത്ത് കിടത്താൻ വലിയ ധൈര്യമില്ല. എന്നാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കിടത്തി നോക്കി. അക്കുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് അക്കു ചെറുതായി വാശി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചേട്ടന്മാർ വന്ന കാരണം തോന്നുന്നു അനിയൻ നല്ല എനർജിയിലാണ്. അങ്ങനെ കുറച്ച് നേരം ചേട്ടന്മാരും അനിയനും കൂടിയിട്ട് ഒരുമിച്ച് കിടന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തർ എടുത്തു തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം ഇച്ചുട്ടനൊക്കെ എടുത്ത് കളിപ്പിക്കലും വർത്താനം പറയലും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പാപ്പൻ ഇച്ചുട്ടനെടുത്തു. വിതുക്കുട്ടൻ വലിച്ചൻ്റെ കൂടെ കയറി. പിന്നെ മാമനും ഒക്കെ കൂടിയിട്ട് അവിടെ കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നിന്നു. പിന്നെ ആ നിൽക്കുന്നത് ചേച്ചിയുടെ അമ്മയും അനിയത്തിയാണ്. ഞങ്ങൾ വരുന്നുണ്ട് എന്ന് നേരത്തോടു കൂടി അറിഞ്ഞ കാരണം അവർ ഫുഡൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 ആൾ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇച്ചുട്ടൻ ചെറിയൊരു ഉറക്കത്തിലായി. തൊട്ടിയിൽ കിടന്നിട്ട് സുഖമായ ഉറക്കത്തിലാണ്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറയായിരുന്നു. അവിടെ ഉമ്മാളത്ത് വന്നിരിക്കാൻ നല്ല രസമാട്ടോ, നല്ല കാറ്റാണ്. അങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോവാനുള്ള സമയമായി. ആ നിൽക്കുന്നതാണ് ചേച്ചിയുടെ അച്ഛൻ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നു ഇച്ചുട്ടനും ഞങ്ങളോട് യാത്ര പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും ദൂരം വരേണ്ട കാരണം പിന്നെ അധികം നേരത്തേക്കൊന്നും നിന്നില്ല. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.